ഇന്ന് മെന്റൽ അബിലിറ്റിയുടെ ഒരു ചോദ്യം നോക്കാം. ശ്രേണിയാണ് നമ്മുടെ ചോദ്യം. 9, 49, 169 ഡാഷ് ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 9, 49, 169 നമുക്ക് കണ്ടാൽ പെട്ടെന്ന് നമുക്കറിയാം ഒരു സ്ക്വയർ കാണുന്നു. 9, 49 ഒക്കെ സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ, 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ, 169 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 13ന്റെ സ്ക്വയർ ആണ്. ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന സംഖ്യകളെ നോക്കിക്കേ. ഇതെന്ന് പറഞ്ഞാല് അഭാജ്യ സംഖ്യകളാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ 3 കഴിഞ്ഞാൽ 5 അഭാജ്യ സംഖ്യ, പിന്നെ 7, അത് കഴിഞ്ഞിട്ട് 11, അത് കഴിഞ്ഞാൽ 13, നോക്കിയേ, അത് കഴിഞ്ഞാല് 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, പിന്നെ 17, പിന്നെ 18 ഇല്ല, 19, ഇങ്ങനെയാണ് അഭാജ്യ സംഖ്യകൾ പോകുന്നത്. അതിനകത്ത് തന്നെ ഒരെണ്ണം സ്കിപ്പ് ചെയ്താണ് ഇതിന്റെ സ്ക്വയർ 9, പിന്നെ ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് 7ന്റെ സ്ക്വയർ 49, അത് കഴിഞ്ഞ് 11 സ്കിപ്പ് ചെയ്ത് 13ന്റെ സ്ക്വയർ ആണ് 169 വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനടുത്തത് എങ്ങനെ വരും? ഈ 17 സ്കിപ്പ് ചെയ്തിട്ട് 19ന്റെ സ്ക്വയർ എടുത്താൽ ഈ 19ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 19ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 361, അതായത് 19 × 19 നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 361 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം.